ഒരു പരിപാടി നടത്തണം, ഞാൻ ആളെ വിളിക്കണം, ആളെ കൂട്ടണം, സംഘടിപ്പിക്കണം, ഹോൾ അറേഞ്ച് ചെയ്യണം, മറ്റ് കാര്യങ്ങൾ, അതിനുള്ള ഉത്തരവാദിത്തം, ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കേണ്ടതായിട്ടുണ്ടോ ആ ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇല്ലാതെ അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് കഴിച്ചിലാകാൻ പറ്റില്ല സാറേ. മനസ്സിലായ? ഇവിടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ചെറിയൊരു സംഗതിയല്ല. അത് എടുത്താ പോതാത്ത ഒന്ന് തന്നെയാണ്. പക്ഷെ അതിലേക്ക് നമ്മൾ മെല്ലെ 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 നടന്ന് 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 കയറണം. ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ ആർക്കും പറ്റും, പക്ഷേ ഒരു കൂട്ടത്തെ പ്രവർത്തിപ്പിക്കാൻ അതെല്ലാ ആളുകൾക്കും പറ്റിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണല്ലോ ചിലർ പറയും, ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്ത് പുലിയായിരുന്നു വന്നപ്പോ, ഇവിടെ വന്നപ്പോ പൂച്ചയായിപ്പോയി. എന്താ കാര്യം? ഒരു ടീമിനെ നയിക്കാനുള്ള പവർ കുറഞ്ഞു പോയതല്ല, അത് സ്വയം ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് തയ്യാറാവുന്നില്ല. അത് ഉണ്ടാക്കിയെടുക്കാനുള്ള മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അതായിരിക്കും. അല്ലെങ്കിൽ ആ പ്രശ്നം വരില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു ടീമിന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്വം എടുക്കുക, പരാജയങ്ങൾ സംഭവിച്ച ആ ഉത്തരവാദിത്വം എടുക്കണം. അങ്ങനെ പറ്റിയാൽ അതാണ് ഏറ്റവും ഗ്രേറ്റ് ലീഡറുടെ ഒരു എന്താ പറയാ, ഒരു സ്വഭാവം. മറ്റുള്ളവന്റെ പരാജയം കൂടിയും എന്റെ പരാജയമായിട്ട് ഏറ്റെടുക്കുന്നവൻ. ആ രീതിയിലേക്ക് നമ്മളൊന്ന് പ്രവർത്തിച്ചു നോക്കൂ. അതിൻ്റെ ഒന്നും ഒരു ആത്മസംതൃപ്തി ചെറുതായിക്കൊള്ളുന്നില്ല, ഇല്ലേ? ചെയ്യുന്ന കാര്യങ്ങൾ എത്തിക്കോട് കൂടിയിട്ട്, എത്തിക്സ് ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും. ധാർമ്മികത, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളത്. അധർമ്മം പ്രവർത്തിക്കരുത്. വിജയിക്കാൻ ഏത് വഴിയും സ്വീകരിക്കരുത്. അത് ധർമ്മത്തിലൂടെ മാത്രമായിരിക്കണം. മറ്റുള്ളവനെ വേദനപ്പെടുത്തിയിട്ടോ, മറ്റുള്ളവനെ കുറ്റപ്പെടുത്തിയിട്ടോ, അവന്റെ തട്ടിയെടുത്തിട്ടോ, അവനെ നശിപ്പിച്ചിട്ടോ ഒരിക്കലും നമ്മൾ വിജയിക്കാൻ നിൽക്കരുത്. ആ വിജയം നിലനിൽക്കില്ല. ചില വിജയത്തിലേക്ക് എത്താം ഒരു എളുപ്പ വഴി സ്വീകരിച്ചുകൊണ്ട്, പക്ഷെ അത് നിലനിർത്താൻ പറ്റില്ല. അതെങ്ങനെ വന്നോ അങ്ങനെ തിരിച്ചു പോകും. പ്രകൃതി അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവനെ ചൂഷണം ചെയ്യാതെ, മറ്റുള്ളവനെ നശിപ്പിക്കാതെ, അവനോട് കള്ളം പറയാതെ, അവൻ്റെത് തട്ടിയെടുക്കാതെ, അവനെ കൂടെ കൂട്ടി കെയർ ചെയ്തിട്ട് അവന് നേടിക്കൊടുത്തുകൊണ്ട് നമ്മൾ സമ്പാദിക്കണം. ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും സത്യസന്ധത പുലർത്തിയേ പറ്റൂ. ധാർമ്മികത ഇല്ലാതെ ഒരു കാര്യം പോലും നിങ്ങൾ ടീമിൽ ചെയ്യരുത്. അങ്ങനെ ചെയ്തോ നാളെ നമ്മൾ ഒന്നുമല്ലാത്ത വ്യക്തികളായിട്ട് മാറിപ്പോകും. ധർമ്മത്തിൽ അധിഷ്ഠിതമല്ലാതെ ഒരു പ്രവൃത്തിയും ചെയ്യണ്ട. എളുപ്പത്തിൽ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കണ്ട. അത് നിലനിൽക്കൂല. എളുപ്പത്തിലേ അങ്ങനെ ഉണ്ടാവും. നമ്മളെ കൂടെ ഉള്ളവന്റെ തലയെ ചവിട്ടി കയറിയിട്ട് നമ്മൾ മുകളിലേക്ക് കയറുന്നത്, അത് വേണ്ട. അവനെ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഉയരും. അല്ലെങ്കിൽ പടച്ചോൻ അല്ലെ ദൈവം നമ്മൾ ഉയർത്തും. അത് ചെയ്താൽ മതി. ടീമിന് വേണ്ടിയിട്ട്, ടീം അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് നന്മ ചെയ്യുക, നല്ലത് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ റിസൾട്ട് പോസിറ്റീവായിരിക്കും. ലാസ്റ്റ് സക്സസ് ആയിരിക്കും. കഷ്ടപ്പെട്ടോട്ടെ, ഇന്ന് കഷ്ടപ്പെട്ടോട്ടെ. ഈ കഷ്ടപ്പാടാണ് നാളെ നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. കഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും രക്ഷപ്പെട്ടിട്ടില്ല. നിങ്ങൾ രക്ഷപ്പെട്ടിട്ടുള്ള ഏതൊരു വ്യക്തിയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും അതിൻ്റെ പിറകിൽ കഷ്ടപ്പാടിൻ്റെ ഒരുപാട് കണ്ണീരും മറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വേദനകളും കഷ്ടപ്പാടുകളും തന്നെയായിരിക്കും ഒരു കാലത്ത് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവുക. ഏതൊരു പ്രസ്ഥാനം ഉയർന്നു, ഏതൊരു വ്യക്തി. ആരോ ചീനച്ചട്ടിയിൽ എന്തോ വറക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഈ സമയത്തൊക്കെ ഇത് കേൾപ്പിക്കാൻ പാടുണ്ടോ? ഓക്കെ. ഇത്തരം പ്രശ്നങ്ങൾ വരും. ഇപ്പൊ കണ്ടല്ലോ, ടീമിനകത്തും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവനായിരിക്കണം ലീഡർ. അതായത് പ്രോബ്ലം സോൾവിങ് എന്ന് പറയും. ഓക്കെ, പ്രോബ്ലം സോൾവിങ്. പ്രശ്നങ്ങൾ എന്തോ ആയിക്കോട്ടെ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് രമ്യമായിട്ട് പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. ഓക്കെ, രമ്യമായിട്ട് പരിഹരിക്കാൻ നമുക്ക് സാധിക്കണം. ഏതൊരാളുടെ മുന്നിൽ പോയിട്ട് എന്ത് സംസാരിക്കുകയാണെങ്കിലും പുഞ്ചിരിയോട് കൂടിയിട്ട് സംസാരിക്കണം. ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒന്ന് നമ്മളുടെ സംസാരത്തിന്റെ മാധുര്യം കൂടും, നമ്മളുടെ സൗന്ദര്യം വർദ്ധിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും നമുക്കും പുഞ്ചിരിച്ചൂടെ? എന്തിനോ ഇങ്ങനെ മസിലും പിടിച്ചിരിക്കുക പല ആളുകളും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊക്കെ ഇങ്ങനെ
നെർവ്സൊക്കെ നമ്മുടെ നാഡീഞരമ്പുകളൊക്കെ ഒന്ന് അയഞ്ഞു കിടന്നോട്ടെ. ഇതിങ്ങനെ മസിൽ പിടിച്ച് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയോടും പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, നൈസായിട്ട് സംസാരിക്കുക. അവരെന്തോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, അവരോടൊന്നും കയറാൻ നമ്മളൊന്നും അല്ലല്ലോ അവരെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നത്. ആണോ? അല്ല. അവരെ ഒന്നും മേലിൽ കുതിര കയറാനൊന്നും നമുക്ക് ആരും അവകാശവും അധികാരവും തന്നിട്ടുമില്ലല്ലോ. ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ സ്നേഹിക്കുക, കെയർ ചെയ്യുക എന്നുള്ളത് മാത്രം. ഓക്കെ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, അവരെ കെയർ ചെയ്യുന്നുണ്ട്, അവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നുണ്ട്, ആനന്ദിക്കുന്നുണ്ട്, അതിന് കൂടെ നിൽക്കുന്നുണ്ട് എന്നൊക്കെ സ്വാഭാവികമായിട്ടും ടീം മെമ്പേഴ്സ് മനസ്സിലാക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള ഹീറോ എന്ന് പറയുന്നത് നമ്മളായിരിക്കും. അതായത് ടീം ലീഡർമാരായിട്ടുള്ള നമ്മളായിരിക്കും. നമുക്കൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് നമ്മളുടെ വേണ്ടപ്പെട്ടവനെ കാട്ടിലും നമ്മുടെ കൂടെ നിൽക്കാൻ അവർ തയ്യാറാവും. കാരണം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുള്ള സ്നേഹവും പരിഗണനയും കെയറും മാത്രം തന്നെയാണ്. സത്യമാണ് അത്. എന്താണോ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ ചെയ്യുന്നത്, നമ്മൾ അതിന്റെ റിസൾട്ട് അനുഭവിച്ചേ പോകും. നല്ലത് ചെയ്താ നല്ലത്, ചീത്തയാണെങ്കിൽ ചീത്ത. എടാന്ന് വിളിച്ചാ ഇന്നത്തെ കാലം പോടാന്ന് തന്നെ തിരിച്ചു വിളിക്കും, ഇല്ലേ? സാർ എന്തിനാ നമ്മൾ സാറേ 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 വിളിക്കുന്നത്? തിരിച്ച് നമ്മളും ആഗ്രഹിക്കുന്നില്ലേ നമ്മളെ സാറേ അല്ലെ മേഡം എന്നൊക്കെ വിളിക്കണം എന്നുള്ളത്? അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? എന്താണോ നമ്മൾ ചെയ്യുന്നത് അതേ നമുക്ക് തിരിച്ചു കിട്ടൂ. അപ്പൊ നമുക്ക് നമ്മളെ മേഡം എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചങ്ങോട്ട് മേഡം അല്ലെ സാർ എന്ന് വിളിക്കുക. നമ്മളെ സാർ എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് സാർ അല്ലെ മേഡം എന്ന് വിളിക്കുക. അതല്ലാതെ നമുക്ക് തോന്നിയ പോലെ വിളിക്കുകയും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ള ആളുകൾ നമ്മളോട് ബിഹേവ് ചെയ്യുകയും ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കാലഘട്ടമൊക്കെ മാറി കഴിഞ്ഞു. ഇന്ന് ഇത് വേറെ കാലാ സാറേ. അപ്പോ നമ്മള് എന്താണോ ആഗ്രഹിക്കുന്നത് ഇത് തന്നെ മറ്റുള്ള ആളുകളും ആഗ്രഹിക്കുന്നുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മളെ റെസ്പെക്റ്റോട് കൂടിയിട്ട് ആളുകൾ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളെ ടീമിലുള്ള മറ്റാളുകളും ഇത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക. എന്നെയും റെസ്പെക്റ്റോട് കൂടിയിട്ട് കാണണം. അപ്പോ നമുക്ക് എന്താണോ കിട്ടേണ്ടത് അത് നമ്മൾ കൊടുത്താൽ മതി. കൊടുത്താ കൊല്ലത്തും കിട്ടുന്നല്ലേ, ഇല്ലേ? ഇപ്പൊ കൊല്ലത്തല്ല, ഇപ്പൊ നമുക്ക് എവിടെയാണോ അവിടെ കിട്ടും. നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. ബൂമറാങ്ക് മാതിരിയാ. കൈ വിട്ട് കഴിഞ്ഞാൽ ആ സാധനം തന്നെ കറങ്ങിയിട്ട് അത് തന്നെയാ തിരിച്ചു വരിക. അതുകൊണ്ട് നല്ല രീതിയിൽ ഒരു ടീമിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. അങ്ങനെ തയ്യാറാവുന്ന സമയത്ത് മാത്രമേ നമുക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ വരുമാനം ആഗ്രഹിച്ചിട്ടാണ് ഈ ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ളത്, അല്ലേ? ഇഫ് യു വാണ്ട് ടു മേക്കിംഗ് മണി മോർ, only one solution for that: sell, sell, sell and sell again. അതായത് വിൽക്കുന്നവന് മാത്രമേ വരുമാനം കിട്ടൂ. വിറ്റോണ്ടേ ഇരിക്കുക. സാധനങ്ങളും വിൽക്കുക, നമ്മുടെ ഓപ്പർച്യൂണിറ്റിയും വിൽക്കുക. വിൽക്കാൻ തയ്യാറാവാത്തവന്റെ കയ്യിലേക്ക് പണം വരില്ല. വിൽക്കാത്തവൻ എന്ത് പണം കിട്ടുക? നിങ്ങൾ വിൽക്കാതെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം കിട്ടുമോ? നിങ്ങൾ വിറ്റുകൊണ്ടേയിരിക്കുക. സെൽ 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 സെൽ. വിറ്റുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ കൈകളിലേക്ക് പണം വരാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ പ്രയാസങ്ങൾ മാറും, സന്തോഷം വരും. പല ആളുകളുടെയും പ്രയാസം എന്താ? പൈസ വരുന്നില്ല. ഓഹോ, അതാണോ? പൈസ എങ്ങനെയാ വരിക? ആ, ടീം വർക്ക് ചെയ്തിട്ടാണല്ലോ എനിക്ക് പൈസ വരിക എന്ന് വിചാരിച്ചു കുത്തിരിക്കുന്ന മഹാന്മാര് ഇന്ന് അതങ്ങോട്ട് തിരുത്തുക. എന്റെ പൈസക്കുള്ള പണി ഞാൻ ചെയ്യും. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കൂ. മറ്റുള്ള ടീം മെമ്പേഴ്സിനെ നോക്കി കുത്തിരിക്കണ്ട, അവര് ചെയ്തിട്ട് വേണമല്ലോ എനിക്ക് നേടാന്നുള്ളത്. വേണ്ട, ഞാൻ എന്റെ പണത്തിന് എനിക്കുള്ളതിന് ഞാൻ ചെയ്യുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അന്ന് നമ്മൾ ചിന്തിച്ചതിനപ്പുറത്തേക്ക് പണം വരും. കാരണം നമ്മൾ അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ടീം അംഗങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കും. നമ്മൾ വെറുതെ കുത്തിരുന്ന് ഇങ്ങനെ ചൂണ്ടിടുകയാണെങ്കിൽ അവരും കുത്തിരുന്ന് ചൂണ്ടിടാൻ തുടങ്ങും. മനസ്സിലായോ? നമ്മളെയാണ് അവർ നോക്കുന്നത്. അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മളാ കൊണ്ടുവന്ന വ്യക്തികളാണ്. അപ്പോ നമ്മൾ പ്രവർത്തിച്ച അവർ പ്രവർത്തിക്കും. നമ്മൾ ഈ സമയത്ത് കിടന്നുറങ്ങി അവരും കിടന്നുറങ്ങും. നമ്മൾ മീറ്റിങ്ങിന് പോയിട്ടില്ല അവർ പോവില്ല. നമ്മൾ മീറ്റിങ്ങിന് കയറുമ്പോൾ അവരും കയറും. നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഇവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ റിസൾട്ട് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തുടങ്ങണം. നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ ഡ്യൂപ്ലിക്കേഷൻ കൂടും. അപ്പൊ റിസൾട്ട് വർദ്ധിക്കും. ഇതാണ് വലിയ സക്സസിലേക്കുള്ള. നിങ്ങൾ വലിയ വലിയ ലീഡർമാരെ നോക്കൂ.
നിങ്ങൾക്ക് അറിയുന്നേ? മുബിൻ സാറിന് അറിയോ? അനീഷ് സാറിന് അറിയോ? അനൂപ് സാറിന് അറിയോ? വെല്ലിൻ സാറിന് ആരും ആയിക്കോട്ടെ, ഞാൻ പേരെടുത്ത് പറയല്ല. അവരൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താക്കും? അവർ പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കും. അപ്പൊ അവരുടെ ഔട്ട്പുട്ട് കൂടിയോ? നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ടീമിലുള്ള ആളുകൾ പ്രവർത്തിക്കും, നമ്മുടെ ഔട്ട്പുട്ട് കൂടിയോ? ഇതല്ലേ നമുക്കൊക്കെ രക്ഷപ്പെടാനുള്ള മാർഗം. അല്ലാതെ പുസ്തകത്തെ ആളുകളിൽ നമ്മൾ നോക്കി പഠിക്കുന്ന മോട്ടിവേഷൻ ഒന്നും നമ്മളെ എന്ത് കൊണ്ടുവരില്ല? സെയിൽസ് കൊണ്ടുവരില്ല, നമ്മളുടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കൂല. ആ മോട്ടിവേഷൻ ഇസ് ജസ്റ്റ് എ സ്റ്റാർട്ടർ, ബട്ട് ഹാബിറ്റ്സ് ഗീവ്സ് യു റിസൾട്ട്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഹാബിറ്റ്, ശീലങ്ങളാണ് നിങ്ങൾക്ക് റിസൾട്ടുകൾ കൊണ്ടുതരുന്നത്, അല്ലാണ്ട് മോട്ടിവേഷൻ അല്ല. അപ്പോ മാറി ചിന്തിച്ചോളുക. ഇന്ന് മുതൽ ഞാനൊരു റിയൽ ലീഡറായിട്ട് മാറാൻ പോവുക. എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിറവേറ്റാൻ പോവുക. എനിക്കിതിൽ രക്ഷപ്പെട്ടേ പറ്റൂ, ആ രീതിയിലേക്ക് എനിക്ക് പോയേ പറ്റൂ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരു ചന്തുവിനും പറ്റൂല. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നൊരു തീരുമാനം എടുക്കുക, എനിക്ക് മാറിയേ പറ്റൂ. അതിനുവേണ്ടി കമ്പനിക്ക് ഒരുപാട് നേട്ടങ്ങളും മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ തരുന്നത് ഇപ്പോൾ അറിഞ്ഞല്ലോ. ഇപ്പൊ നമുക്ക് ഒരുപാട് മാസങ്ങളായിട്ട് കമ്പനി അനുവദിച്ചു വന്നുകൊണ്ടിരുന്ന ഈ ഓഫർ പ്രൊഡക്റ്റ് ഈ മാസം കൂടി വീണ്ടും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ഇത് ചിലപ്പോൾ അടുത്ത മാസവും വരും, ഇനി അത് കഴിഞ്ഞ അടുത്ത മാസം വരും, കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് വന്നതല്ലേ. ആ സമയത്ത് ഈ കറണ്ട് പ്രസന്റ് സിറ്റുവേഷനിൽ ഉള്ള റിസോഴ്സിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും വിജയിക്കാം. ഇപ്പൊ വന്നിരിക്കുന്ന ഈ ആനുകൂല്യം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് തന്നല്ലോ, ഇത് ഞാൻ പിടിക്കും, എൻ്റെ ടീമിനെ മാക്സിമം ഉപയോഗപ്പെടുത്തും എന്ന് നിങ്ങൾ ഒരിക്കൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, അതിനു വേണ്ടിയിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ആ സിസ്റ്റം നിങ്ങൾ നിങ്ങളുടെ ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു മാസം ഇതുവരെ ക്രിയേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മളാണ് നമ്മുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കാരണക്കാരൻ. നമ്മൾ മറ്റൊരാളെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഞാൻ കഴിഞ്ഞ മാസം ഒന്നും അല്ലാണ്ടായി പോകാനുള്ള കാരണം എന്റെ ലീഡറാ. നമ്മളല്ല, ഞാൻ പരാജയപ്പെട്ടതിന്റെ കാരണം എന്റെ ലീഡറാ. എന്നാൽ കഴിഞ്ഞ മാസമാണ് എനിക്ക് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും ഉയർന്ന വരുമാനം കിട്ടിയത്, അതിന്റെ കാരണക്കാരൻ ഞാൻ ഒറ്റയ്ക്കാ. എന്നല്ലേ നമ്മുടെ മനസ്സിലിരിപ്പ്? അതല്ല, നമ്മളുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും കാരണക്കാരൻ, അതിന്റെ താക്കോൽ നമ്മളെ കയ്യിലുള്ളത്. നിങ്ങളൊന്ന് തപ്പി നോക്കി, ആ താക്കോൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ വിജയത്തിന്റെയും പരാജയത്തിന്റെയും സ്വാഭാവികമായിട്ടും പ്രവർത്തിച്ചു തുടങ്ങേണ്ടത് ഇന്നലകളിലല്ല, ഇപ്പം മുതലാ. ഇന്നലകളിൽ വരെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുടെ എക്സ്പീരിയൻസിലൂടെ കടന്നു വന്നു. ഇന്ന് നിങ്ങൾ അതിനെ നേർരേഖയിലൂടെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തയ്യാറാണെങ്കിൽ വലിയ വിജയം നമ്മളെ തേടി വരും. അതിൽ യാതൊരു തർക്കവുമില്ല. പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം, അതല്ലാതെ ഇതിൽ എളുപ്പ വഴിയൊന്നുമില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 7:30 ആയി. സമയം ആലോചിച്ചു സാറേ? സമയം കഴിഞ്ഞുപോയി. കഴിഞ്ഞുപോയോ? പറയണ്ടെന്നാല്. ഞാനിതാണ് ഒരു ചിന്തയും. ഞങ്ങളെ സമയം അറിയുന്നില്ല. ഞങ്ങൾക്ക് വലിയ സമയമാണ് സാറേ. സാറിന്റെ ഞങ്ങളുടെ സമയം. സാറിന്റെ കേൾക്കുമ്പോ കേട്ടുന്ന അങ്ങനെ പോകും സാറേ. ഭയങ്കര റുജി സാറേ, ഇതിൻ്റെ അകത്ത് ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല, എല്ലാം ഒരേപോലെ ഉണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ആവശ്യമാണ്, എല്ലാ ആളുകളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുമ്പോട്ട് പോയിക്കോട്ടെ. അപ്പം ഇത് വിജയത്തിന്റെ ലക്ഷണമാണ് സാറേ. കാരണം പിടിച്ചു നിൽപ്പാണ് വിജയത്തിന്റെ ആദ്യപടി. ഏത് പ്രതിസന്ധികളോ മറ്റു പേമാരികളോ ഭൂമികുലുക്കങ്ങളോ വെള്ളപ്പൊക്കമോ എന്തോ വന്നോട്ടെ, പിടിച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമുക്കവിടെ അതിനെ മറികടക്കാനായിട്ട് സാധിക്കും. അതായത് എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും ഇപ്പൊ പറഞ്ഞതിൽ നിന്നും നമുക്കൊരു പോയിന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്ത് പ്രതിസന്ധികൾ വേണമെങ്കിലും വന്നോട്ടെ, എത്ര തവണ വേണമെങ്കിലും പരാജയപ്പെട്ടോട്ടെ, പക്ഷെ ഒറ്റക്കാര്യം മാത്രം ഓർമ്മിക്കുക, വിട്ടു പോകാതെ പിടിച്ചു നിൽക്കാൻ തയ്യാറാണെങ്കിൽ വലിയ വിജയങ്ങൾ നമുക്ക് നാളുകളിലേക്ക് കൊയ്തെടുക്കാനായിട്ട് സാധിക്കും. വിജയം എന്നുള്ളത് പല ആളുകളും ചിന്തിക്കുന്നത് വരുന്ന 6 മാസം കൊണ്ട് ഞാൻ അനീഷ് സാറായിട്ട് മാറണം, വരുന്ന 1 കൊല്ലം കൊണ്ട് മുബീൻ സാറായിട്ട് മാറണം, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 വർഷങ്ങൾ സമയമെടുത്ത ബിസിനസ് അല്ലേ ഇത്. ഒരു 10 വർഷം കൊണ്ട് ഞാൻ ആരായിട്ട് മാറും, എന്തായിട്ട് മാറും എന്നുള്ള ഒരു കാൽക്കുലേഷൻ ഇന്ന് ഈ ഒരു മീറ്റിംഗ് കഴിയുന്നതോട് കൂടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് എത്താൻ 10 വർഷം കൊണ്ട് ഞാൻ എന്തായിട്ട് മാറും എന്നുള്ളതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ 10 വർഷത്തെ ഈക്വലായിട്ട്
കീറി മുറിച്ചിട്ട് ഓരോ വർഷത്തിലും ഞാൻ എന്ത് ചെയ്യണം, അതിനെ 12 വീണ്ടും കീറി മുറിച്ചിട്ട് ഓരോ മാസത്തിലും ഞാൻ എന്ത് ചെയ്യണം, അതിനെ ഓരോ ആഴ്ചകളായിട്ട് കീറി മുറിച്ചിട്ട് ഓരോ ആഴ്ചയിലും ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തി വെക്കാൻ തയ്യാറാണെങ്കിൽ, അതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾ ഓരോ ആളുകളും തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ വലിയ വിജയങ്ങൾ നമ്മൾ തേടി ഇരിക്കുന്നുണ്ട്, തേടി വരിക തന്നെ ചെയ്യും. നമുക്കും വിജയിക്കണം. വിജയം ആരുടെയും കുത്തകയല്ല, അത് നമ്മളെയും ഒരിക്കൽ തേടി വരും നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട്. നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഈ ഒരു സമയത്തിൽ, ഈ വൈകിയ വേളയിലും പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, അതിനുള്ള